മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വിശ്വാസത്തിൽ വേല ചെയ്യുക എന്നുള്ള ടോപ്പിക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഹെഡിങ്ങിലെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു 2 ദിവസം. അതിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇത് സഭയിലെ എൽഡേഴ്സിനുള്ള ഒരു ശുശ്രൂഷയല്ല, എല്ലാവരും മാർക്കറ്റ് പ്ലേസിലുള്ളവരെല്ലാവരും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. എങ്കിലേ അവിടെ പൈശാചിക ശക്തികളെ തകർക്കുകയും ദൈവത്തിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയും ഡിസൈപ്പിൾ, ഒരു ശിഷ്യന് വേണ്ടതായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് നമ്മൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമൊക്കെ പറഞ്ഞു. എന്നാലും യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞത് കവർ ചെയ്യാം എന്ന് വിചാരിക്കാം. ആദ്യം അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹം 3 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് ചുരുക്കമായിട്ട് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. 3 പോയിന്റ് മാത്രമേ ഉള്ളൂ. എ ഡിസൈപ്പിൾ ഈസ് എ ക്രിസ്ത്യൻ ഹു ഈസ് ഇൻവോൾവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ കണ്ടിന്യൂവൽ ബേസിസ്. ദൈവവചനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. യോഹന്നാൻ 8:31 യേശു പറഞ്ഞ വാക്കാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യരായി. എന്നാൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുക, എന്താണ് ഈ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്? വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എന്നും അപ്ലൈ ചെയ്യണം. നമ്മൾ പല സമയങ്ങളിൽ പറഞ്ഞതാണ്, ഹിപ്പോക്രസിയെക്കുറിച്ച് പറഞ്ഞതാണ്, പറയുന്നത് തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് വീണ്ടും ഒന്നും കൂടി യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. യേശു പറഞ്ഞ യോഹന്നാൻ 8:31 പറഞ്ഞൊരു കാര്യം അതാണ്. 8:31 കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, കണ്ടിന്യൂ ഇൻ മൈ വേർഡ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. രണ്ടാമത് പറയാനായിട്ടുള്ളത്, എ ഡിസൈപ്പിൾ ഈസ് വൺ ഹു ലേയ്സ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് ഡിസൈപ്പിൾ. നേരത്തെ പോളിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, തെസ്സലോനിക്ക സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവനും കൂടി വെച്ചു കൊടുക്കുക എന്നുള്ളത്. യേശുക്രിസ്തു പറഞ്ഞ ഇതിന് എക്സാമ്പിളാണത്. യോഹന്നാൻ 15:13 സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക, അത് ഒരു ഡിസൈപ്പിളിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13 34-35 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇവിടെയും പറയുന്ന ഇതാണ്, അന്യോന്യം സ്നേഹിക്കുക, സ്നേഹത്തിൽ കൂടി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയും. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുക. നേരത്തെ പറഞ്ഞു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുക. അതിൻ്റെ സ്നേഹം ജീവൻ കൊടുക്കുന്ന അറ്റം വരെ ആകണം എന്നുള്ളതാണ് ഡിസൈപ്പിളിനെ കുറിച്ച്. യേശു അത് തന്നെയാണല്ലോ ചെയ്തത്, നമുക്ക് വേണ്ടി ജീവൻ കൂടി ബലിയായി ചെയ്തു എന്ന് നമ്മൾ മറന്നുപോകും. ഒരു വാക്യം കൂടി വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3:16 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, പ്രാണൻ വെച്ചു കൊടുക്കുക, അതാണ് ഡിസൈപ്പിളിൻ്റെ ഒരു സ്വഭാവം. മൂന്നാമത് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഇന്നത്തെ ഇത് നമ്മളിവിടെ തീർക്കുകയാണ്. ഡിസൈപ്പിൾ ഈസ് വൺ ഹു അബൈഡ്സ് ഡെയിലി ഇൻ ഫ്രൂട്ട് ബെയറിംഗ് വിത്ത് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. എല്ലാ ദിവസവും ഒരു ഡിസൈപ്പിള് ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ ജീവിക്കുക. ഈ ഫലം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമല്ല. യോഹന്നാൻ 15:4-5 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ യോഹന്നാൻ 15:8, യോഹന്നാൻ 15:16 യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന അനുഭവം. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് ഫലം കായ്പാൻ കഴിയുകയില്ല. അതുപോലെ നമ്മൾ ഡിസൈപ്പിളായിട്ടുള്ളവർ യേശുവുമായിട്ട് ചേർന്നിരിക്കുന്ന, അബൈഡ് ചെയ്യുക, വസിക്കുക ഒരനുഭവം.
കർത്താവിൽ വസിക്കുകയും കർത്താവിൽ നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന അനുഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫലം കായ്ക്കുന്നത്. എന്താണ് അങ്ങനെ ഫലം കായ്ക്കുന്നത് വെച്ചാൽ, കർത്താവിൽ നിന്നുള്ള പരിജ്ഞാനവും കർത്താവിൽ നിന്നുള്ള ഡയറക്ഷനും നമുക്ക് കിട്ടുന്നത് അവനിൽ വസിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രതിനിധികളായിട്ടാണ് നിൽക്കുന്നത്. വി ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കുകയല്ല, കർത്താവിനെ കാണിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലല്ലോ. എന്താണ് അങ്ങനെ പറയാനുള്ള കാര്യം? കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രവർത്തന മേഖലകൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയി ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ്, ഹാർവെസ്റ്റ് ഈസ് പ്ലെൻറ്റി, ഒരുപാട് കൊയ്ത്തുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. എന്താണ് കാരണം? ശിഷ്യത്വത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ ഈ ദിവസങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്ന, ഒന്ന് കർത്താവിൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ കണ്ടിന്യൂസ് ആയിട്ടിരിക്കണം. 2, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും കൂടി പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മുടെ സഹോദര വർഗത്തിന് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി. 3, കർത്താവിൽ എന്നും നമ്മൾ വസിക്കണം, എപ്പോഴും വസിക്കണം. അവൻ നമ്മിലും നമ്മൾ അവനിലും വസിക്കണം. അവനെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ഈ 3 ക്യാരക്ടർ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് യേശുക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യങ്ങൾ ശിഷ്യത്വത്തിനകത്തുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവന് പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ ഈ കർത്താവിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പല സെഷൻസിലായിട്ട് പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യമേ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന സ്നേഹപ്രയത്നവും വിശ്വാസത്തിൻ്റെ വേലയും എല്ലാം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഓരോ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഡിസൈപ്പിൾഷിപ്പ് എന്ന് വെച്ചാൽ ശിഷ്യത്വത്തിൽ വന്നവരുടെ ചില ക്യാരക്ടേഴ്സ് പറഞ്ഞു. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം പറഞ്ഞു. അതുപോലെ തെസ്സലോനിക്ക സഭയിലുള്ള ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്നും ഈ മിഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മിഷൻ ഇന്നും റെസ്ട്രിക്റ്റഡായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് നമ്മൾ കാണും. സഭകളിലായാലും അതുപോലെ സംഘടനകളായാലും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്നും ദൈവരാജ്യം ഇന്നും പലർക്കും അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാതിരിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ്. അതെന്താണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മിനിസ്ട്രി അറ്റ് ദ മാർക്കറ്റ് പ്ലേസ് പോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് എൻ്റെ ജോലിയല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ഇതെൻ്റെ ജോലിയല്ല, ഇത് പാസ്റ്റർമാരും അതുപോലെ അച്ഛന്മാരും ഒക്കെ ചെയ്യേണ്ട ജോലിയാണ്. എൻ്റെ ജോലി പണം സമ്പാദിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള മിസ് ബിലീഫ്, ഇങ്ങനെ തെറ്റായിട്ടുള്ള ചിന്തകൾ നമ്മൾ മാറ്റണം. ഇന്ന് അതുപോലെ തന്നെ നമ്മൾ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ഗന്നേസറത്ത് തടാകത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അവരോട് പറഞ്ഞാൽ, നിങ്ങൾ ആഴത്തിൽ പോയി വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. യേശുവിൻ്റെ വാക്കിന് അവർ വീണ്ടും വല ഇറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അവർക്ക് വന്നതായിട്ട് നമ്മൾ കാണുന്നു. അന്നേരം അവരോട് പറയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇന്ന് മനുഷ്യരെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ആകാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം നമ്മളിപ്പോഴും ഈ ഷാലോ വാട്ടറിൽ മീൻ പിടിക്കുന്നവരാണ്. ആഴത്തിലോട്ട് നമ്മൾ പോകാനായിട്ട് പ്രിപ്പയർഡ് അല്ല. യേശു പറയുന്ന വാക്കെന്ന് അനുസരിക്കുമോ? ആഴത്തിലേക്ക് പോയി മീൻ പിടിക്കുന്ന അനുഭവം. ഇന്ന് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് അല്ല, ഈ കമാൻഡൊന്നും എനിക്കല്ല എന്ന് വിചാരിച്ചിരിക്കുന്നതുണ്ട്. അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ആ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അനേകം ആളുകൾ ഇപ്പോഴും ഈ നാശയോഗ്യരായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കർത്താവിലേക്ക് നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അനേകം ആളുകൾ നിരാശരായി പിശാചിനാൽ കെട്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ
ഇടുക്കിയിലുള്ളൊരു വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞ നിരാശയുടെ പടികുഴിയിലാണ്. എനിക്കിനി ജീവിക്കണ്ട, ഒരുപാട് മരുന്ന് ഞാൻ കഴിക്കുന്നു, മാനസികമായിട്ടുള്ള രോഗികൾക്കുള്ള മരുന്നുകൾ ഞാൻ കഴിക്കുക, എനിക്ക് ഉറക്കമില്ല, നിരാശയുടെ പടുകുഴിയിലാണ്. അവനെ സഹായിക്കാൻ ആരാണുള്ളത്? ആരോടും സംസാരിക്കത്തില്ല. ആരാണ് അവനെ സഹായിക്കാനുള്ളത്? കർത്താവിന് അവനെ സഹായിക്കാനായിട്ട് പറ്റും. കർത്താവ് അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം അവനെ മാടി വിളിക്കുന്നു. ഇതുപോലെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരെയൊക്കെ ദൈവത്തിലേക്ക് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, കർത്താവിൻ്റെ ഇൻകാർണേഷൻ, അവൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, അവൻ്റെ ഗ്രേറ്റ് കമാൻഡ്, ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പൗലോസ് പറയാം 2 കൊരിന്ത്യർ 5:14, സുവിശേഷം അറിയിക്കുന്ന അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അനേകം നശിച്ചു പോകുന്നവരെ ഓർത്തുള്ള വലിയ കമ്പാഷൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായി ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്, കർത്താവ് വീണ്ടും വരുവാനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഒരുങ്ങാം, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ കർത്താവിൻ്റെ വേല ചെയ്യുവാനായി ആരെങ്കിലും വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ ദൈവമേ നീ ശക്തി കൊടുക്കണമേ, കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട്. ഏത് സാഹചര്യമായാലും സിറ്റുവേഷനിലായാലും അവരോട് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ യു ട്രൈ ജീസസ്, യേശുവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഒന്ന് പറവാനായിട്ട് കർത്താവെ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ വേലയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അല്ലെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യും. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും കർത്താവിൻ്റെ വേല നടക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അതിനകത്തുനിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ നീൽഡ് ചെയ്യുമോ? പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് ഈ രാത്രി എന്നോട് ചേർന്ന് കേൾക്കുന്ന കാണുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ ഇതുവരെയും കർത്താവെ ഷാലോ വാട്ടറിൽ ഇറങ്ങി നിൽക്കുന്നവരായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ആ ഒരു വലിയൊരു ബോധ്യം ഇതുവരെ ഇല്ലായിരുന്നല്ലോ കർത്താവെ. ഇത് ഞങ്ങളുടെ ഒരു ജോലിയാണെന്നുള്ളൊരു ബോധ്യം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആ കമാൻഡിൽ കൂടി, നീ ആ ഗ്രേറ്റ് കമ്മീഷനിൽ കൂടി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള ഉത്തരവാദിത്വം നീ ഞങ്ങൾക്ക് തന്നു. കർത്താവെ, ഞങ്ങൾ ശിഷ്യന്മാരായിരിക്കാനായിട്ട്, ആ ശിഷ്യന്മാരുടെ ക്വാളിറ്റീസ് ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ബലപ്പെടുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവരാൻ കർത്താവെ, ഏറ്റവും താണു കിടക്കുന്ന ജീവിതത്തിലെ മാനസിക പിരിമുറുക്കങ്ങളിലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ജനതയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവരെ ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടല്ലേ, വലിയൊരു ഡെലിവറൻസ് ഇന്ന് അവരുടെ ജീവിതത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അത് എന്നോട് ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആ വലിയ വിടുതൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വലിയ ഒരു റിലീസ് ഇന്ന് ഈ രാത്രികാലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻസ് എല്ലാം അതിനകത്ത് പറയുന്ന ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇടണം. അതുപോലെ പ്രെയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തരണം. ഏതെങ്കിലും രീതിയിൽ കർത്താവ് നിങ്ങളെ വിടുവിച്ചെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാരണമായി തീരുമല്ലോ, പ്രൈസ് ചെയ്യാനൊരു കാരണമായി തീരുമല്ലോ. തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ അടുത്ത ടോപ്പിക്കിൽ ഞങ്ങൾ കടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ രാത്രിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും.